ഫിലാഡൽഫിയ മാർത്തോമാ സേവിക സംഘം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു പാപക്കനി പുതിയ യുഗം. ഇത് നമ്മുടെ കുറിയാക്കോസ് അച്ഛൻ രാവിലെ നിശ്ചയിച്ച പ്രകാരം, ഡോക്ടർ നിശ്ചയിച്ച പ്രകാരം 2-3 മൈൽ നടക്കാറുണ്ട്. നടന്ന് ചെന്നെത്തിയ ഏതൻ തോട്ടത്തിൽ. ആരാ എന്നെ വിളിച്ചത്? തിരുമേനിയാണോ? അല്ല, ഗീവർഗീസ് അച്ഛനാ. പാമ്പിനെ കണ്ടു പേടിക്കുന്ന അച്ഛൻ ആകെപ്പാടെ പേടിയുള്ളത് പാമ്പിനെയും പട്ടിയെയുമാണ്. ഇപ്പോൾ ഇതാ മുന്നേ സാത്താനും. പേടിക്കേണ്ട അച്ഛാ, ഞാൻ ഉപദ്രവകാരിയൊന്നുമല്ല. അച്ഛനെ ഈ വഴിക്ക് കണ്ടതുകൊണ്ട് വിളിച്ചതാ. ആപ്പിൾ ഒരെണ്ണം പറിച്ചു തരട്ടെ? നല്ല മധുരമുള്ളതാണ്. നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ പരീക്ഷണങ്ങൾ ഒന്നും എന്നോട് വേണ്ട. പാവമാദത്തിനെയും ഹൗവയെയും പറ്റിച്ചതുപോലെ എന്നെയും വീഴ്ത്താമെന്ന് നീ വിചാരിക്കേണ്ട. ഇദ്ദേഹം ഒരു ശുദ്ധഗതിക്കാരൻ തന്നെ. എന്റെ മുത്തച്ഛൻ ചെയ്തതുപോലെ നിസ്സാരമായി ഇദ്ദേഹത്തെയും വീഴ്ത്താമെന്ന് തോന്നുന്നു. ഓ, ഞാൻ പോകുന്നു. നിന്നോട് സംസാരിച്ചു നിൽക്കാൻ എനിക്ക് സമയമില്ല. നടത്തം കഴിഞ്ഞിട്ട് വേണം എനിക്ക് പള്ളിയിൽ പോകാൻ. കുർബാന 9 മണിക്കില്ലേ? ഇനിയും സമയമുണ്ടല്ലോ. ആകട്ടെ, അച്ഛൻ ഈയിടെ എന്റെ കാര്യം പള്ളിയിൽ പ്രസംഗത്തിൽ പറഞ്ഞതായി ഞാൻ അറിഞ്ഞു. അതുകൂടി ചോദിക്കാനാണ് ഞാൻ വന്നത്. പള്ളിയിൽ പ്രസംഗിച്ചത് ചോദിക്കാൻ നിനക്ക് എന്ത് അവകാശം? ദൈവമക്കൾക്കെതിരായി യുദ്ധം അവസാനിപ്പിക്കുന്നതാണ് നിനക്ക് നല്ലത്. അയ്യോ അച്ഛാ, അച്ഛൻ ഈ ലോകത്തിലൊന്നും അല്ലേ ജീവിക്കുന്നത്? മനുഷ്യർക്കെതിരായ യുദ്ധം ഞാൻ എന്നേ അവസാനിപ്പിച്ചു കഴിഞ്ഞു. സ്വയം നശിക്കാൻ തീരുമാനിച്ച ജനങ്ങൾക്കെതിരെ ബുദ്ധിയുള്ളവരാരെങ്കിലും യുദ്ധം ചെയ്യുവാനൊരുങ്ങുമോ? ഞാനും എന്റെ പടയാളികളും നരകം ഇപ്പോൾ പുതുക്കി പണിതുകൊണ്ടിരിക്കുകയാണ്. പുതിയ കുഴികളും തീച്ചുളകളും ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ 90% ആളുകളും എന്റെ ഇടപെടൽ കൂടാതെ തന്നെ നരകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയല്ലേ? നീ പറയുന്നത് കളവാ, എനിക്കറിയാം. എന്റെ ഇടവകയിലെ മാത്രം കാര്യം പറയുകയാണെങ്കിൽ 1-2 പേരൊഴികെ ബാക്കി എല്ലാവരും നന്നായി ജീവിക്കുന്നവരാണ്. ആരായി 1-2 പേർ? അത് നമ്മുടെ പള്ളിയിൽ കയറാത്ത ദാനിയേലും കള്ളുകുടിയനായ ജോർജ് കുട്ടിയും. എന്നാൽ അച്ഛൻ ഒരു കാര്യം മനസ്സിലാക്കിക്കൂ, ഈ 2 പേരും എന്റെ ലിസ്റ്റിൽ ഇല്ലാത്തവരാണ്. ദാനിയേൽ രാത്രിയിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത് തന്നെ. ജോർജ് കുട്ടിയാകട്ടെ കുടിക്കുന്നത് അവന്റെ ഭാര്യ മനസ്സമാധാനം കെടുത്തിയിട്ടാണ്. നീ ഈ പറയുന്ന ന്യായങ്ങളൊന്നും സഭ അംഗീകരിക്കുന്നതല്ല. പള്ളിയിൽ വന്ന് പാപം ഏറ്റുപറഞ്ഞ് വിശുദ്ധ കുർബാന കൈക്കൊണ്ട് ദൈവരാജ്യത്തിന് യോഗ്യരാകണമെന്ന് തന്നെ ഞാൻ പഠിപ്പിക്കും. അതുകൊണ്ട് നീ വന്ന വഴിക്ക് തന്നെ പൊയ്ക്കോളൂ. സഭയുള്ളിടത്തോളം ലോകം കീഴടക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. സമയം 9 മണിയായി. പള്ളിയിൽ പോകാൻ സമയമായിരിക്കുന്നു. വഴിയും മനസ്സിലാകുന്നില്ലല്ലോ. സാത്താനെ, ഈ തോട്ടത്തിൽ നിന്ന് പുറത്തു കടക്കാനുള്ള വഴി ഒന്ന് പറഞ്ഞു തരാമോ? ഇപ്പോൾ എന്റെ സഹായം അച്ഛന് വേണമല്ലേ? സഹായം തേടി വരുന്നവരെ ഞാൻ ഉപേക്ഷിക്കാറില്ല. വഴി ഞാൻ പറഞ്ഞു തരാം. പക്ഷെ ഒരു കണ്ടീഷൻ. ഞാൻ തരുന്ന ഈ ആപ്പിൾ അച്ഛൻ ആദ്യം തിന്നണം, പിന്നീട് കൊച്ചമ്മയ്ക്കും കൊടുക്കണം. ഇത് പുതിയ യുഗമല്ലേ? എന്താ സമ്മതമാണോ? നിന്റെ പരീക്ഷണം എന്നോട് വേണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ. ഇവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചില്ലെങ്കിലും ഞാൻ പാവക്കനി തിന്നില്ല. കൊച്ചമ്മയെ ഞാൻ അത് കൊടുത്തു വഞ്ചിക്കില്ല. നിന്റെ സഹായമില്ലാതെ പുറത്തു കടക്കാമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛനെന്തോ ഈ കാണിക്കുന്നത്? അച്ഛനൊന്നും പള്ളിയിലൊന്നും പോകണമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അയ്യോടി, ഇതൊരു സ്വപ്നമായിരുന്നില്ലേ? ഞാൻ അല്പം ഭയന്നു. സാത്താന്റെ തന്ത്രങ്ങളിൽ പെടാതിരിക്കാൻ ദൈവം ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. പ്രാർത്ഥനയിലും ജാഗരണത്തിലും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടിയിരിക്കുന്നു. ഈ അന്ത്യകാലത്തിൽ സാത്താനെ ജയിപ്പാൻ നാം വളരെയേറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പ്രിയ സഹോദരിമാരെ, ലോകാരംഭം മുതൽ സാത്താൻ തന്റെ തന്ത്രവുമായി നമ്മെ എങ്ങനെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ സാധിക്കുമെന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. വീഴ്ചയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന്
പ്രാർത്ഥിപ്പീൻ. താങ്ക് യു.